IELTS OET അങ്ങനെ ഏതെങ്കിലുമൊക്കെ ടെസ്റ്റുകളൊക്കെ പാസ്സായിട്ടായിരിക്കും നമ്മൾ പുറത്തേക്ക് പോകുന്നത്. പക്ഷേ ഈ ടെസ്റ്റ് പാസ്സാക്കാൻ വേണ്ടി മാത്രം ഇംഗ്ലീഷ് പഠിച്ച് എങ്ങനെയെങ്കിലുമൊക്കെ മാനേജ് ചെയ്ത് ടെസ്റ്റുകൾ പാസ്സായി അവിടെ ചെന്ന് അയ്യോ എനിക്ക് ഇവരോട് സംസാരിക്കാൻ അറിയില്ലല്ലോ, കമ്മ്യൂണിക്കേഷൻ എങ്ങനെയായിരിക്കും, ഇങ്ങനെ ടെൻഷൻ അടിക്കുന്ന ബുദ്ധിമുട്ടുന്ന കുട്ടികളുണ്ടോ? ഇഷ്ടംപോലെ പിള്ളേരുണ്ട്. അതായത് IELTS ഒക്കെ ഇങ്ങനത്തെ എക്സാം ഉണ്ട്, 2-3 എക്സാം ഉണ്ട്. ഇവർ പഠിത്തം അവിടെ പോയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റാത്ത പിള്ളേരുണ്ട്. ആണല്ലേ? ബിക്കോസ് നമ്മുടെ നാട്ടിൽ ആ രീതി, നമ്മുടെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണെങ്കിൽ നമ്മൾ മലയാളത്തിലാണ് സംസാരിക്കുക. അതുകൊണ്ടാണ് ആ ഇഷ്യൂ അവിടെ വരുന്നത്. അതുകൊണ്ട് പഠിത്തം കഴിഞ്ഞ ഉടനെ നെറ്റ്ഫ്ലിക്സും ഇങ്ങനെ പല മൂവീസും കണ്ടു തുടങ്ങുക, ഓട്ടോമാറ്റിക്കലി സബ് ടൈറ്റിലൊക്കെ വായിച്ചു തുടങ്ങുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യാം. ബിക്കോസ് കമ്മ്യൂണിക്കേഷൻ വളരെ സ്ട്രോങ് ആണ് എല്ലാ കാര്യത്തിലും. ബിക്കോസ് പലർക്കും ഒരു സംശയം ഉണ്ടാവും, പക്ഷെ എനിക്ക് ചോദിക്കാൻ മടിയാണ്. എനിക്ക് എങ്ങനെ ചോദിക്കണമെന്ന് അറിയത്തില്ല. നമ്മുടെ നാട്ടിലെ ഏറ്റവും പിള്ളേർ, നിങ്ങൾ ഒരു ജോലിക്ക് ഇൻ്റർവ്യൂ എടുത്താൽ തന്നെ അറിയാം, പാതി പേർക്ക് ഇമെയിൽ എഴുതാൻ അറിയത്തില്ല, സംസാരിക്കാൻ അറിയത്തില്ല. സോ ദിസ് ഇസ് എ മേജർ പ്രോബ്ലം. മനസ്സിലാവും. അപ്പോൾ വെളിയിലോട്ട് ജോലി നോക്കുന്ന കാര്യമേ പാടാം. അപ്പം പോകുന്നതിന് മുമ്പേ ഇതൊക്കെ പഠിക്കുക. അപ്പോൾ അതാണ് ഞങ്ങൾ നോക്കുന്നത്. നമുക്കൊരു ആർട്ട് സ്കിൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമിൽ കൂടെ ഇതൊക്കെയാണ് നമ്മൾ പഠിപ്പിക്കുക.